എൻ്റെ പേര് സൗബാൻ. എനിക്ക് ചോദിക്കാൻ ചോദ്യം, നബിദിന ആഘോഷം വിദഅത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹാ ഹസന ഫഖദ സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദഅത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം മാലിക് റഹിമഹുല്ലാഹ് ഒരുപാട് കിതാബുണ്ട്, മുഅത്ത, മുദവ്വൻ, അങ്ങനെ ഒരുപാട് കിതാബ്. ഇനി ആദ്യത്തെ ചോദ്യം, മാലിക് റഹിമഹുല്ലാഹ് ഈ ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത്? തങ്ങളുടെ ചോദ്യം വ്യക്തമാണല്ലോ. നബിദിനാഘോഷത്തെ എതിർക്കാനും ബിദഅത്തുൽ ഹസനയെ നിരാകരിക്കാനും വേണ്ടി എല്ലാ വേദികളിലും ഇവർ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഇവിടെ ചോദിക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിലും ഫൈസൽ മൗലവി ഈ ഉദ്ധരണി ഉദ്ധരിച്ചിരുന്നു. അതെ, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇനി ഈ മുഖാമുഖത്തിൽ സൗബാൻ തങ്ങളുടെ ചോദ്യത്തിന് ഇവർ നൽകിയ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മൗലവിയുടെ പ്രതികരണം കേട്ടല്ലോ. ഒരു അപൂർവമായ ഉദ്ധരണിയെ കുറിച്ചല്ല ഈ ചോദിച്ചത്. മൗലവിമാർ വേദികളാകുന്ന വേദിയിലെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. ഇതിനെക്കുറിച്ച് അവസാനം മൗലവിമാർ 2-3 ചോദ്യങ്ങൾക്ക് ശേഷം ആണ് മറുപടി പറയുന്നത്. അത്രയും നേരം ആ വേദിയിലുള്ള കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. മൗലവിമാർ വേദിയിലുള്ള എല്ലാ മൗലവിമാരും ഫോൺ വിളിച്ചും തപ്പിയും ഇന്റർനെറ്റിൽ പരതിയും അങ്ങനെ ഒരുപാട് നേരം തെരഞ്ഞതിന് ശേഷം അവസാനം മൗലവി പറയുന്ന ഒരു മറുപടിയുണ്ട്. ഈ ഒരു മറുപടിയിൽ മൗലവി 10 കളവുകൾ പറയുന്നുണ്ട്. ഓരോ കളവുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മൗലവി മറുപടിയായി പറഞ്ഞത് ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഉദ്ധരണി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇത് തീർത്തും കളവാണ്, പച്ച നുണയാണ് മൗലവിയുടെ പറഞ്ഞത്. കാരണം ഇമാം ശാത്തിബി അല്ലാത്ത പ്രസിദ്ധരായ ഒരു പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് മൗലവിയുടെ രണ്ടാമത്തെ കളവെന്ന് കേട്ടു നോക്കാം. മൗലവി പറഞ്ഞത് ഇമാം ശാത്തിബി റഹിമഹുല്ലാഹ് തന്റെ ഇഅ്തിസാമിൽ ആവർത്തിച്ച് ഈ ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട് എന്നാണ്. എന്നാൽ മൗലവി പറഞ്ഞത് പ്രകാരം മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്ന ഉദ്ധരണി അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം ശാത്തിബി ആകെ ഒരു തവണയെ കൊണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൗലവി പറഞ്ഞത് പച്ച കളവാണ്. മൗലവിയുടെ മൂന്നാമത്തെ കളവ് നമുക്കൊന്ന് കേട്ടു നോക്കാം. മൗലവി പറഞ്ഞത് ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ടെന്നാണ്. ഈ ഉദ്ധരണി ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോഴും ഒരു ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല. അത് മൗലവിയുടെ പച്ചയായ കളവാണെന്ന് നാം മനസ്സിലാക്കണം. ഇനി നമുക്ക് മൗലവിയുടെ 4-5 കളവുകൾ ഒരുമിച്ചൊന്ന് കേട്ടു നോക്കാം. തഫ്സീറുകളിൽ ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ തഫ്സീറുകളിൽ ഈ അയ്യോ മക്ബറത്തുൽ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൗലവി ഇതിൽ 4-മതായി പറഞ്ഞ കളവ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടുന്ന് ഈ ഉദ്ധരണി ഉദ്ധരിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ഇതാണ് ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ. ഇതിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ഉദ്ധരണി ഉദ്ധരിക്കുന്നേ ഇല്ല. അപ്പോൾ മൗലവി ഇത് പച്ച കളവ് അവിടെ അദ്ദേഹം രക്ഷപ്പെടുന്നതിന് വേണ്ടി തട്ടിവിട്ടതാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇബ്നു കസീർ, ഇബ്നു കസീറിന്റെ തഫ്സീറാണിത്. ഇബ്നു കസീറിന്റെ തഫ്സീറിലും അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് ഉദ്ധരണി ഉദ്ധരിക്കുന്നില്ല. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അവിടുന്ന് തന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി തോന്നിയ കിതാബുകൾ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. മൗലവിയുടെ 6-മത്തെ കളവ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വചനമായി ചേർക്കപ്പെട്ട് വന്ന ഒരു വചനമാണ് അത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്നത്. അങ്ങനെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി തർക്കമില്ലാത്ത വിധം മുസ്ലിം ലോകത്തെ ഏതാണ് 4 മദ്ഹബുകാരും, ഷാഫി മദ്ഹബുകാരും, ഹനഫി മദ്ഹബുകാരും, ഹംബലികളും മാലിക്കുകളും എല്ലാവരും വ്യാപകമായി ഉദ്ധരിച്ചു പോകുന്ന ഒരു ഉദ്ധരണിയാണ്. മൗലവി പറഞ്ഞത് വിശ്വപ്രസിദ്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉദ്ധരണി ഉണ്ടെന്നാണ്. എന്നാൽ ഇമാം ശാത്തിബി അല്ലാതെ ഒരു പണ്ഡിതന്മാരും പൗരാണികരായ ഒരു പണ്ഡിതന്മാരും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇമാം ശാത്തിബിയെ തുടർന്ന് അൽബാനിയെ പോലത്തെ വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകാം, അത് നാം പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് 7-മത്തെ കളവൊന്ന് കേട്ടു നോക്കാം. അറിയപ്പെട്ടതാണ് മുതവാത്തിർ എന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. മൗലവി പറഞ്ഞത് നാം കേട്ടല്ലോ. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെടുന്ന ഈ ഉദ്ധരണി നമ്മുടെ ഭാഷയിൽ മുതവാത്തിറാണെന്ന് പറയാം എന്നാണ് മൗലവി പറഞ്ഞത്. എന്താണ് നമ്മുടെ ഭാഷയിൽ മുതവാത്തിർ എന്ന് നമുക്കറിയില്ല. മൗലവി എന്താണ് ഉദ്ദേശിച്ചത് എന്നാവും. എന്തായാലും ഈ സംഗതി മുതവാത്തിറല്ല, ശാത്തിബി അല്ലാതെ ഇമാം ശാത്തിബി അല്ലാതെ ഒരാൾ ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു പച്ച കളവാണ് മൗലവിയുടെ പറഞ്ഞത്. ഇനി നമുക്ക് 8, 9, 10 3 കളവുകൾ ഒരുമിച്ച് കേട്ടു നോക്കാം. ആ നിലയ്ക്ക് വ്യാപകമായി ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളും അഖീദ ഗ്രന്ഥങ്ങളും ഫിഖ് ഗ്രന്ഥങ്ങളിൽ വരെ അതൊരു അടിസ്ഥാനമായി പഠിപ്പിച്ചു. മറ്റു ഇൻഷാ അല്ലാഹ് കിട്ടുന്നവർക്ക് പറഞ്ഞു തരാം. മൗലവി പറഞ്ഞത് ഒരുപാട് ഫിഖ് ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഈ ഉദ്ധരണി ഉണ്ടെന്നാണ്. എന്നാൽ ശാത്തിബി റഹിമഹുല്ലയുടെ ഇഅ്തിസാമല്ലാത്ത ഒരു ഫിഖ് ഗ്രന്ഥങ്ങളിലോ അഖീദ ഗ്രന്ഥങ്ങളിലോ തഫ്സീർ ഗ്രന്ഥങ്ങളിലോ ഇത് കാണിക്കാൻ മൗലവിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 8, 9, 10ഓളം കളവുകളാണ് മൗലവി ഇതിലൂടെ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൗലവിമാർ സ്ഥിരമായി ഉദ്ധരിക്കുന്ന ഉദ്ധരണിയെ കുറിച്ച് ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ 10 നുണകളാണ് ഉത്തരം മുട്ടിയപ്പോൾ മൗലവി പറയുന്നത്. ഇങ്ങനെയുള്ള മൗലവിയെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മുജാഹിദുകൾ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സങ്കടകരം തന്നെയാണ്. ഒരുപാട് ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം ഫൈസൽ മൗലവി ഒരു മറുപടി പറയുന്നുണ്ട്. ഒരു നല്ല രസകരമായ ഒരു മറുപടി, ഒരുപാട് കളവുകളും തട്ടിപ്പുകളും അടങ്ങുന്ന ഒരു മറുപടി. ആ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ ശിഷ്യൻ ഉദ്ധരിക്കുകയും
ശിഷ്യനിൽ നിന്ന് ശിഷ്യൻ ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടു വന്ന വചനമായിട്ടാണ് നമുക്കത് കാണാൻ സാധിച്ചത്. ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഇഹ്കാം ഫി ഉസൂൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിൽ ആ സനദോടുകൂടി അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഖാല ഹദ്ദസന അഹ്മദ് ابن عمر ابن انس قال اخبرنا الحسين بن يعقوب قال اخبرنا سعيد بن فحلول قال اخبرنا يونس ابن يحيى المفامي قال اخبرنا عبد المالك ابن حبيب قال اخبرني ابن الماجشون ഇബ്നു മാജുഷൂൻ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു കാല മാലിക് ഇബ്നു അനസ്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞത് ഇതിന് ശിഷ്യൻ കേട്ടു, ശിഷ്യൻ തന്റെ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യൻ തന്റെ ശിഷ്യനോട് പറഞ്ഞു. അതിൽ നിന്നാണ് പിന്നീട് ഉദ്ധരിക്കപ്പെട്ട് പോകുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എഴുതി വെച്ചതല്ല, ഇമാം മാലിക്കിന്റെ ഗ്രന്ഥം എഴുതി വെച്ചതല്ല, അദ്ദേഹം പറഞ്ഞ വചനം, അദ്ദേഹം ധാരാളമായി പറഞ്ഞ വചനമാണ്. അത് അദ്ദേഹം ശിഷ്യന്മാർ കേൾക്കുന്നു, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ അവിടെ ശിഷ്യന്മാർ കൈമാറി സനദോട് കൂടി കൈമാറി വന്ന വചനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തഫ്സീർ ഖുർത്തുബിയിലുണ്ട്, തഫ്സീർ ഇബ്നു കസീറിലുണ്ട്, അതേപോലെ പിന്നെ ഇബ്നു ഹംബൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, മാലിക് മദ്ഹബുകാരനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹി കിതാബ് ഇത്സാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകപ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാം മാലിക്കിന്റെ വചനമായി അത് അറിയപ്പെട്ട കാര്യമാണ്. ഇമാം മാലിക്കിന് മാത്രമല്ല മറ്റു പലരും ചേർത്തിക്കൊണ്ടും ആ വചനം അതേപടി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയുന്നു. കേട്ടല്ലോ, മൗലവി രണ്ടാമത് പറഞ്ഞ ഈ മറുപടിയിലും നേരത്തെ പറഞ്ഞ കളവുകൾ ഓരോന്നായി ആവർത്തിക്കുകയാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെന്ന് പറയുന്നു, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നു, ഷാത്തിബി നിരവധി തവണ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഈ ഗ്രന്ഥങ്ങളെല്ലാം നാം ഒരുപാട് തവണ പരിശോധിച്ച് നോക്കി. ഇതിലൊന്നും മൗലവി ഉദ്ധരിച്ച ആ ഒരു ഉദ്ധരണി പറയുന്നേ ഇല്ല. ഇനി മൗലവി ഉദ്ധരിച്ച സനദ്, ആ സനദിൽ മൗലവി വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൗലവി സനദ് വായിച്ച് നിർത്തുകയാണ്, ഉദ്ധരണി വായിക്കുന്നില്ല. അത് സൗബാന്തങ്ങൾ കയ്യോടെ പിടികൂടുന്ന രംഗം നമുക്കൊന്ന് കാണാം. ഫൈസൽ മൗലവി ആ ഉദ്ധരിച്ച സനദും ആ ഉദ്ധരണി ഒന്നും കൂടി ഒന്ന് വായിക്കോ. ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചത്. قال حدثنا احمد بن عمر ابن انس قال اخبرنا الحسين ابن يعقوب قال اخبرنا سعيد بن فحلون قال اخبرنا يونس ابن يحيى المفامي قال اخبرنا عبد المالك ابن حبيب قال اخبرني ابن الماجشون ابن الماجشون قال انه قال مالك بن انس. അപ്പോൾ മാലിക് ഇബ്നു അനസ് പറഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ മാജുഷൂൻ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു മൻ ഹദഥ ഫീ ഹാദിൽ ഉമ്മത്തിൽ യൗമ ശൈഅൻ ലം യകുൻ അലൈഹി സലഫുഹാ ഫഖദ സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല ഇന്ന അല്ലാഹു തആല യഖൂൽ ഹുരിമത് ലക്കും മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസിർ വമാ ഉഹില്ല ലില്ലാഹി ബിഹി വൽ മുൻഖിറു മഖൂദ എന്ന ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും എന്ന ഭാഗം കൂടി വരുന്നത്. എന്തൊക്കെ അവ്യക്തത പറഞ്ഞു. ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ യലാഹ ഹസന എന്നൊരു വേർഡ് ഉണ്ട്. ഇപ്പൊ താങ്കൾ ഇവിടെ ഉദ്ധരിച്ച സനദിൽ അങ്ങനെ ഒരു വേർഡ് ഇല്ല. മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു മൻ ഹദഥ ഹാദിഹിൽ ഉമ്മത്തിൽ യൗമ ശൈഅൻ ലം യകുന അലൈഹാ സലഫഹ ഫഖദ സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റസൂല. ഞാൻ ചോദിച്ചത് മൻ ബദഅ ഫിൽ ഇസ്ലാമി ബിദഅത യലാഹ ഹസന എന്ന കൗലാണ്. നിങ്ങളൊന്ന് നോക്കൂ, സൗബാൻ തങ്ങൾ ഇവിടെ ചോദിച്ചത് കഴിഞ്ഞ ആഴ്ച ചെറുവാടി മുഖാമുഖത്തിലടക്കം ഫൈസൽ മൗലവി ഒരുപാട് വേദികളിൽ ഉദ്ധരിക്കുന്ന മൻ ബദഅ ഫിൽ ഇസ്ലാമി ബിദഅതൻ യറാഹ ഹസനതൻ ഫഖദ സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്ന ഉദ്ധരണിയെക്കുറിച്ചാണ്. എന്നാൽ ഇതിന്റെ സനദ് വായിക്കുമ്പോൾ മൗലവി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെടുന്ന മറ്റൊരു കൗലിന്റെ സനദാണ് ഇവിടെ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൗലവി ആ ഉദ്ധരണിയുടെ അർത്ഥം വെക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. ഈ ഒരു തട്ടിപ്പ് സൗബാൻ തങ്ങൾ ആ വേദിയിൽ വെച്ച് തന്നെ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച സനദ്, ആ സനദിന്റെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരമാണ്. അതും സൗബാൻ തങ്ങൾ അവിടെ വെച്ച് പിടികൂടുകയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. അത് മാത്രമല്ല, താങ്കൾ ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ച ഇബ്നു ഹസമിന്റെ സനദാണ്. ഇബ്നു ഹസമിനെ പറ്റി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഹജ്ജാജിന്റെ വാളും ഇബ്നു ഹസമിന്റെ നാവും ഒരേപോലെയാണ്. ഹജ്ജാജ് വാൾ കൊണ്ടാണ് സഹാബികളെയും താബികളെയും കൊന്നൊടുക്കിയത് എങ്കിൽ ഇബ്നു ഹസമിന്റെ പേന കൊണ്ടാണ് പണ്ഡിതമായ ചീത്ത പതികയും തള്ളിപ്പതികയും ചെയ്തതെന്ന്. അപ്പോൾ ഇത് ഇബ്നു ഹസമിന്റെ സനദാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ കേട്ടല്ലോ, ഫൈസൽ മൗലവിയുടെ ഉദ്ധരിച്ച സനദ് ഇബ്നു ഹസ്മ് തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സനദാണ്. ഇബ്നു ഹസ്മിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായിൽ പറയുന്നു, കസീറൽ വഖിയത്തി ഫിൽ ഉലമാഇ ബിലിസാനിഹി വഖലമിഹി അയ്ളൻ. ഇബ്നു ഹസ്മ് തന്റെ നാവ് കൊണ്ടും പേന കൊണ്ടും പണ്ഡിതന്മാർ ഒരുപാട് കുറ്റവും പറയുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ്. അതുപോലെ ഫഅവറസഹു ദാലിക ഹിഖ്ദൻ ഫി ഖുലൂബി അഹ്ലി സമാനിഹി വമാ സാലു ബിഹി ഹത്താ ബഗദൂഹു ഇലാ മുലൂകിഹിം ഫതറദൂഹു അൻ ബിലാദിഹി. അങ്ങനെ ഇത് തുടർന്ന് നാട്ടുകാർക്ക് അദ്ദേഹത്തോട് വെറുപ്പ് വരികയും അവസാനം അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഹാഫിദ് ദഹബി തന്റെ സിയറിൽ വിശദീകരിക്കുന്നു, കാന ലിസാനു ഇബ്നു ഹസ്മിൻ വസൈഫുൽ ഹജ്ജാജ് ശഖീഖൈൻ. ഒരുപാട് സ്വഹാബത്തിനെയും താബിഈങ്ങളെയും അഹ്ലുബൈത്തിനെയും കൊന്നൊടുക്കിയ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വാളും ഇബ്നു ഹസ്മിന്റെ നാവും ഒരുപോലെയാണ്, ഷഖീഖാനിയാണെന്നാണ് ഹാഫിദ് ദഹബി വിശദീകരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇബ്നു ഹസ്മിനെ എത്രത്തോളം ആധികാരികമായിട്ട് നമുക്ക് പരിഗണിക്കാമെന്ന് നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെയുള്ള ഇബ്നു ഹസ്മിനെ ഉദ്ധരിച്ചുകൊണ്ട് സനദ് വായിച്ചപ്പോൾ സൗബാൻ തങ്ങൾ ആ സനദിന്റെ ദുരവസ്ഥ പിടികൂടുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ ഫൈസൽ മൗലവി ആ വായിച്ച സനദ് കയ്യൊയ്യുകയാണ്. ഇബ്നു ഹസ്മിന്റെ കയ്യൊയ്യുന്ന രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, സനദ് നിങ്ങൾ വിശദീകരിച്ചു. ഇബ്നു ഹസം തങ്ങളെ ഇബ്നു ഹസം വേണ്ട, ഇബ്നു ഹസം വിചാരിച്ചോളി. അപ്പൊ ഈ കൗല് അറിയാവുന്നില്ലല്ലോ. വേണ്ട, നമ്മൾ ഇബ്നു ഹസം വിചാരിച്ചോളി. അല്ല, ഈ സനദിൽ പോയി പ്രശ്നമുണ്ടല്ലോ. ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം എതിർത്തല്ലോ. ഇബ്നു ഹസമിന്റെ പേനയും അതുപോലെ തന്നെ ഹജ്ജാജിന്റെ വാളായിട്ടാണ് തുലനം ചെയ്തത്. അപ്പോൾ ഈ സനദ് കൊണ്ട് ഈ കൗല് നമ്മൾ അംഗീകരിക്കാൻ പാടുണ്ടോ? അംഗീകരിക്കണ്ട. ഇങ്ങനെ ഗത്യന്തരമില്ലാതെ മൗലവി ഉദ്ധരിച്ച സനദ് മൗലവി തന്നെ കയ്യൊയ്യേണ്ടി വന്നപ്പോൾ നേരത്തെ പറഞ്ഞ കളവുകൾ ആവർത്തിക്കുകയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു അബ്ദുൽ ഹംബലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. എന്നിങ്ങനെ ആവർത്തിക്കുമ്പോൾ സൗബാൻ തങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ മൗലവി പറയുന്ന മറുപടി, നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ തരൂ, ഞാൻ വാട്സ്ആപ്പിൽ അയച്ചു തരാമെന്നാണ്. എന്നാൽ മൗലവി, നിങ്ങൾ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ടൗൺ ഹാൾ വാടക കൊടുത്ത് മുഖാമുഖം നടത്തിയത്? നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ മുഖാമുഖം നടത്തിയാൽ പോലെ. കാലങ്ങളായി നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയെ കുറിച്ചാണ് ചോദിച്ചത്. അത് വാട്സ്ആപ്പിൽ അയച്ചു തരാമെന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇബ്നു കസീറിലും ഖുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ കൗല് ഉണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്, അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇത്സാമിൽ പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബ് ഹംബലി
ഏതൊരു ഉദ്ദേശിച്ച് നോക്കിയിട്ട് വേണം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ നാല് വിശദമായിട്ട് വേണം നമുക്ക് അതിന്റെ വ്യത്യസ്തമായ കിതാബ് എടുക്കാൻ വന്ന് വളരെ പേജൊക്കെ വേണമെങ്കിൽ ഇൻഷാല്ലാ പിന്നീട് അയച്ചു ചെയ്യാം. നമ്മൾ സംഘാടനം കൊടുത്താൽ മതി ഇൻഷാല്ലാ. നമ്മൾ നമ്മൾ വാങ്ങിക്കൂടി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വളരെ ചോദ്യം ചോദിച്ചോളൂ. ഈ മൗലവി ഷെയ്ഖ് തങ്ങൾ ഏത് കിതാബിലാണ് പറഞ്ഞത്? ഏത് ഉദ്ധരണിയാണെന്ന് പറഞ്ഞത്? തർക്കത്തിന് വിഷയമല്ലോ എല്ലാം പറഞ്ഞാൽ നമ്മൾ നിശ്ചയം കൊടുത്തോളി. ശേഷം മുഖാമുഖ വേദിയിൽ ഈ സനദിന്റെ പ്രാമാണികതയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വരുന്നുണ്ട്. സൗബാൻ തങ്ങൾ ചോദ്യം ചോദിക്കുകയും മൗലവിമാർ മറുപടി പറയാൻ വളരെയധികം പ്രയാസപ്പെട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന രസകരമായ ഒരു ഭാഗമുണ്ട്. അതിൽ നിന്ന് പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. സനദിലൊന്ന് വിശദീകരണം നൽകണം. കാരണം ഇബ്നു ഹസ്മിന്റെ ആ സനദിൽ വിശദീകരണം നൽകണം. നിങ്ങളിപ്പോൾ ഈ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ സനദില്ലാതെയാണ് ഇപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി കൗലി നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇമാം ഷാത്തിബി ജീവിക്കുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ജീവിക്കുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലുമാണ്. അപ്പോൾ ഷാത്തിബിയുടെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത്തെ ആ സനദിലുള്ള പ്രശ്നം എന്നുള്ളത് യഥാ ഹസനാന്നല്ല ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ആ സനദ് ഇബ്നു ഹസ്മിന്റെ സനദാണ്. ഞാൻ പറഞ്ഞില്ല ഇബ്നു ഹസ്മിനെ പണ്ഡിതന്മാർ ഒന്നകം തള്ളിയ പണ്ഡിതനാണ് ഇബ്നു ഹസ്ം. ഇബ്നു ഹസ്ം ഇല്ലാന്ന് വിചാരിച്ചോളി. ഇബ്നു ഹസ്ം ഇല്ലാന്ന് വിചാരിച്ചോളി. അതിന് ഏതൊക്കെ കിതാബ് ഇവിടെ വന്നു ഏതൊക്കെ സനദാണെന്നാണെങ്കിൽ അത് ഇൻഷാല്ലാ നമുക്ക് പറഞ്ഞുതരാം. അതിനെ പറഞ്ഞു നിങ്ങൾ അതിൽ നമ്മൾ കൂടി അതൊക്കെ നാളെ വെട്ടതൊക്കെ നമുക്ക് എല്ലാം അയച്ചു തരാം. ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നു ഏതൊക്കെ കിതാബിന്റെ പേജ് നാളെ നമ്പറും അത് വേണമെങ്കിൽ എന്റെ കോപ്പി എടുക്കാം എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കണി അടുത്തേക്ക് കൊടുക്കും. ചോദിച്ചോളി. ഒരു ചോദ്യം കൂടി ഉണ്ട്. ചോദിച്ചോളി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന ഈ സനദിൽ വേറെ പ്രശ്നം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നത് ഇബിനു മാജിഷൂനിനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ശിഷ്യനായ ഇബിനു മാജിഷൂനിയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇബിനു മാജിഷൂനെ പറ്റി ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയുന്നത് ഇബിനു മാജിഷൂനി ഒരുപാട് പിഴവ് പറ്റിയിട്ടുണ്ട്. വലഹു അഗലാത്തുൻ എന്നാണ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഇബിനു മാജിഷൂനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രശ്നം. ഈ സനദ് വേറെ പ്രശ്നമാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഖുർത്തുബിയിലും ഇബ്നു കസീറിലൊക്കെ പറയുന്നു അത് നിങ്ങൾ ഇവിടെ വ്യക്തമാക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സനദ് അല്ലാതെ വേറെ സനദ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിക്ക് എത്തുന്ന സനദുണ്ടോ? ഈ സനദിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇബ്നു ഹസ്മിനെ എതിർത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഫിഖിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല വിഷയത്തിലും പല ഇമാമുകളെ പച്ചക്ക് തെറി വിളിച്ചു ഇബ്നു ഹസ്ം എന്ന് പറഞ്ഞിട്ട് പല ഉദ്ധരണികളും കാണാം. അങ്ങനെ ഫിഖിന്റെ വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിലും അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് എന്ന് പണ്ഡിതമായി പഠിപ്പിക്കുന്നുണ്ട്. ചോദ്യം ഇത് നിങ്ങൾ ഈ കാര്യം വ്യക്തമാക്കണം. നിങ്ങൾക്ക് അയച്ചു തരുന്നു പറഞ്ഞല്ലോ. നമ്പർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അടുത്ത കുറിച്ച്